നല്ല അറിവും പക്വതയും ഉള്ളവർ ഇപ്പോഴത്തെ കാലത്ത് അധികം സംസാരിക്കുകയാണോ ചെയ്യുക, സംസാരിക്കാതിരിക്കുകയാണോ ചെയ്യുക? ലളിതമായിട്ടുള്ള ഒരു ചോദ്യം ഞാൻ എന്നോട് തന്നെ ചോദിക്കുക. ഒരു കാര്യത്തെ നല്ല വിവരമുണ്ട് വെക്കുക, ആ വിവരമുള്ള ആള് അതിങ്ങനെ വെറുതെ കൊടുക്കുക. ചിലവരായിട്ട് കൺസൾട്ട് ചെയ്യണമെങ്കിൽ തന്നെ മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ട് കാത്തിരിക്കും. അതിന് ഇത്ര വലിയ തുക കിട്ടുന്നത് എന്റെ വിവരത്തിന് ഇത്ര വിലയുണ്ടെന്നാണ്. നിയമപരമായിട്ടുള്ള രീതിയിൽ കൺസൾട്ട് ചെയ്യുന്ന ഒരു അഭിഭാഷകനെ പരിചയപ്പെട്ടു. വളരെ ധിക്കാരപൂർവമാണ് വർത്താനം, ലക്ഷങ്ങളാണ് വാങ്ങുന്നത് എന്നും വെച്ചിട്ട് വഴിവെക്ക് പോയിട്ട് ഇത് ഫ്രീ ആയിട്ട് കൊടുക്കുമോ? ഏതെങ്കിലും വ്യക്തി വഴിവെക്കിൽ വെച്ചിട്ട് ആർജിത ജ്ഞാനം യഥാർത്ഥ ജ്ഞാനമാണെങ്കിൽ അങ്ങനെ ഫ്രീ ആയിട്ട് കൊടുക്കുമോ? അതുകൊണ്ടാണ് പ്രായക്കൂടുതലുള്ള കാരണവന്മാർ ഒന്നും മിണ്ടില്ല. വീടിന് മുമ്പിൽ ഒരു ഇരിപ്പിരിക്കും. ഞാൻ വൈകുന്നേരം നടക്കാൻ പോകുമ്പോൾ ഇടയ്ക്ക് വീടിന് മുമ്പിൽ ഒരു കാരണവർ തിണ്ണയമിൽ ഇരിക്കുന്നുണ്ടാവും. ഞാനീ അണത്തിയത് ആരോടൊന്നും പറയില്ല. ചിലപ്പോ അതുവഴി ചില കുട്ടികളൊക്കെ വരുമ്പോ അവരുടെ ഒരു കുശലം ചോദിക്കും. സമൂഹത്തെ നോക്കി നിങ്ങൾ ഇങ്ങനെയല്ല ജീവിക്കേണ്ടത് അദ്ദേഹം പറയില്ല, പറഞ്ഞാൽ വിജയിക്കൂല. നിങ്ങളും ഉണ്ടായി, നിങ്ങളൊക്കെ ഫീൽഡിൽ നിന്ന് ഔട്ടായ ആളെന്ന് പറയും ചെയ്യും. പക്വതയുള്ള ഒരു കാരണവര് നാട്ടുകാരുടെ കണ്ണില് അതിൽ റിട്ടയർ ചെയ്ത ആളൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ പണിയൊന്നും ഇല്ലാത്ത ആളായിരിക്കാം, വളരെ ഗ്രാമീണമാണ്. ഒരു ദിവസം വീട്ടിലേക്ക് കയറി വരുമ്പോ അന്നൊക്കെ ഇല്ലിപ്പടി എന്നാണ് പറയുക, ഗേറ്റൊക്കെ എപ്പോഴാണല്ലോ തുടങ്ങിയത്, അന്ന് ഇല്ലിപ്പടി. അവിടേക്ക് നോക്കുമ്പോ വീട്ടില് ഭാര്യയും മകളും ഉണ്ട്. അവിടെ ഒരു നിലവിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ട്. ആ നിലവിളക്ക് കത്തിച്ച് കണ്ടിട്ട് ഒന്നും കിട്ടിയില്ല. നല്ലപോലെ അവിടെ നിന്നിട്ട് അങ്ങോട്ട് കണ്ണു നിറഞ്ഞു. ഒന്നും മിണ്ടിയില്ല. അങ്ങനെ വീട്ടിലേക്ക് കയറി വന്നു. കണ്ണ് നനഞ്ഞത് മകള് കണ്ടു. എന്തിനാ അച്ഛൻ കരയണമെന്ന് ചോദിച്ചു. അല്ല, കണ്ണിലെന്തോ ഈച്ച എന്തോ പെട്ടു, അതാണ്. കണ്ണിൽ ഈച്ച പെട്ടു എന്നല്ല, എന്തോ കാര്യമുണ്ട്. അപ്പൊ സത്യം പറയാൻ പതിവായിട്ട് വിളക്ക് കത്തിച്ച് വെക്കാറില്ലേ? ഒരു തിരിയല്ലേ ഇടാറുള്ളൂ. അതെ, ഇന്ന് 2 തിരി കണ്ടപ്പോ മനസ്സിനൊരു വിഷമം വന്നു. അച്ഛൻ പണ്ടേ പിശുക്കനാ. നമുക്കൊരു പശുവല്ലേ ആദ്യം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ 2 പശുവുണ്ട്. 2 പശുവിന്റെ പാല് വിൽക്കുന്നു. അപ്പൊ 2 പശുവിന്റെ പാല് വിൽക്കുന്ന സമയത്ത് ഒറ്റത്തിരി ആക്കണ്ട, 2 തിരി. അതിന് വെളിച്ചെണ്ണ കൂടുതൽ ചെലവല്ലേ മോളെ. അച്ഛൻ പിന്നെ ഈ പിക്ക് പറഞ്ഞിറങ്ങി. ലാളിത്യം വേറെ, പിശുക്ക് വേറെ. പിശുക്ക് എന്ന് പറഞ്ഞ അർത്ഥം ഒരു കാര്യത്തിന് കാശ് ചെലവാക്കില്ല.
സൗജന്യം കിട്ടി അത് ഉപയോഗിക്കുകയും ചെയ്യും. അതിന്റെ പേരാണ് പിശുക്ക്. ലാളിത്യം എന്ന് പറഞ്ഞാൽ അവനോട് അത് ഉപയോഗിക്കില്ല. സൗജന്യമായിട്ട് കിട്ടിയാലും വേണ്ടാന്ന്. എന്താ, സൗജന്യം കിട്ടിയല്ലേ, അവിടെ എന്താ ഉണ്ട് വെച്ചിട്ട് കുറെ കൂടുതൽ തൂത്ത് കളയുക. അപ്പൊ 2 പശുവുണ്ട്, പണ്ടത്തെ മാതിരി നമ്മൾ പിശുക്ക് കാണിക്കണം. ഇദ്ദേഹം പറഞ്ഞു പിശുക്കെന്നല്ല ഇവിടെ വിഷയം, കൂടുതൽ സ്ഥിതി വരികയാണ്. ധനത്തിന്റെ കൂടെ അഹങ്കാരം വരും. പണമുണ്ടോ ഇൻകം ടാക്സ് വരും. ധനം വരുമ്പോ അഹങ്കാരം വരും. ഇതാ പത്ര വലിയ കാര്യം. അച്ഛങ്ങനെ ഓരോരോ പൊട്ടത്തരം പറഞ്ഞു. ആ 2 തിരി എന്നുള്ളത് പിന്നീട് 3 തിരി. 3 തിരി ആവശ്യമില്ല മോളെ എന്നൊന്ന് പറഞ്ഞു നോക്കി. അച്ഛൻ ഒരു കാര്യം, അപ്പൊ ഇവിടെ എത്ര പശുവെന്ന വിചാരം? അച്ഛൻ ഇതൊന്നും അറിയുന്നില്ല. ഞാൻ പശുക്കൾക്ക് പരുത്തിക്കൊട്ടി മിണ്ണാകെ കൊടുക്കും. ഏട്ടൻ പണിയെടുക്കുന്നുണ്ട്, അമ്മ പണിയെടുക്കുന്നുണ്ട്. 10 പശുവായി. കാരണവരൊന്നും വേണ്ടിയില്ല. അത് കഴിഞ്ഞു. പിന്നീട് 5 തിരിയിട്ട വിളക്ക് ഇദ്ദേഹം വന്നു. ഈ കരഞ്ഞ് ശീലമായല്ലോ. ആ വിളക്കിലേക്ക് നോക്കുക മാത്രമേ ചെയ്തുള്ളൂ. മകള് പറഞ്ഞ അച്ഛൻ എന്താ നോക്കണമെന്ന് മനസ്സിലായി. പിശുക്കൊണ്ടാണ്. ഇവിടെ ഇപ്പൊ പശുവിന്റെ ഒരു ഫാമാണ്, നല്ല വരുമാനമുണ്ട്. നീ പണ്ടത്തെ മാതിരി ഇങ്ങനെ പിശുക്കണോ? ഈ കാരണം അവർക്ക് പിശുക്കാണല്ലേ ആരെയും തോന്നുക. കാലം കഴിഞ്ഞു. വളരെ പെട്ടെന്ന് ചില പ്രശ്നം വന്നു, വിചാരിക്കാത്ത കാര്യം വന്നു. പശുക്കൾ ചത്തുപോയി. 5 തിരി 4 തിരിയായി. ക്രമേണ 3 തിരിയായി, 2 തിരിയായി, 1 തിരിയായി. ഒരു ദിവസം വിളക്ക് കത്തിച്ചിട്ടില്ല. ജീവൻ വളരെ മൂഡൌട്ടായി. അവിടെ വന്നു. ഉറക്കെ കരയണോ ചിരിക്കണോ എന്നുള്ളത് വളരെ സംശയം തോന്നി. എന്താ മോളെ വിളക്ക് കത്തിക്കാൻ? വെളിച്ചെണ്ണ വാങ്ങാൻ കാശില്ല. എന്തോ സൂക്കട് വന്നു. പശുക്കൾ കൂട്ടത്തോടു കൂടി ചത്തുപോയി. അപ്പൊ അദ്ദേഹം നല്ലതുപോലെ ഒന്ന് കരഞ്ഞു. എന്നിട്ട് പഞ്ചഭൂതങ്ങളെ നോക്കി പറഞ്ഞു, ധനം വരുമ്പോ അഹങ്കാരം വരണത് നമ്മൾ വിചാരിക്കുന്ന പോലെ അഹങ്കാരം വരും. പൈസ ഉണ്ടാവും. ഞാനൊരു ഫലിതം പറയാറുണ്ട്. ഒരാൾ അടുത്തേക്ക് വരുമ്പോഴേക്ക് അവൻ എത്ര രൂപ ശമ്പളം കിട്ടുന്നുണ്ടെന്ന് എനിക്ക് പറയാൻ കഴിയും. കാരണവന്മാരാണെന്ന് വെച്ചാൽ വരവും വിരിക്കും ആ സോഫയിൽ ഇരിപ്പും കണ്ടാൽ എത്ര രൂപ പെൻഷൻ വാങ്ങുന്നുണ്ടെന്ന് മനസ്സിലാവും. നമുക്കൊക്കെ മനസ്സിലാവും. ഓരോരുത്തർക്കും എന്ത് കിട്ടുന്നുണ്ടെന്ന് അവരുടെ വരവും ആ ഇരിപ്പും കാണുമ്പോൾ മനസ്സിലാവും. ധനമുണ്ടെങ്കിൽ ഒപ്പത്തിനോടൊപ്പം അഹങ്കാരം വരും. അഹങ്കാരം വരുമ്പോ വാക്കുകളിൽ വരുന്ന മാറ്റം ആലോചിക്കും. ഒരു ഗതിയില്ലാത്തവര് പിന്നീട് ഭയങ്കര ധനം വരുമ്പോ എന്തൊക്കെയാണ് അവരുടെ വർത്തമാനങ്ങളെ രീതി. നമ്മൾ അതിനുമുമ്പ് കാണുമ്പോ അവര് വളരെ
സാമ്പത്തികമായിട്ട് പിറകിലാവും. ഇപ്പൊ സാമ്പത്തികമായിട്ട് പിറകിലെല്ലാം സമ്മതിച്ചു. ഇരിപ്പില്, നടപ്പില്, വർത്തമാനത്തില്. അപ്പോഴേക്കും വിജ്ഞാനമൊക്കെ കൂടും. പണം വരുമ്പോഴേ അറിവും കൂടുന്നാണ് വിചാരം. നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല. നിങ്ങൾക്കത് മനസ്സിലാവില്ല ഞാൻ പറഞ്ഞത്. ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. ധനം വരുമ്പോ അഹങ്കാരം വർദ്ധിക്കുമെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഒരു തിരിക്ക് പകരം 2 തിരി കത്തിച്ചപ്പോ തന്നെ ഞാൻ കരയാനുള്ള കാരണം മോളെ. 2 തിരി ആയപ്പോ തന്നെ നമ്മൾ എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നു. ഇപ്പൊ ഇല്ലായിട്ടാണോ? ഇഷ്ടം പോലെ ഉണ്ടല്ലോ. വസ്തുക്കള് തൂത്ത് കളയാൻ ഒരു മടിയില്ല. ഇഷ്ടം പോലെ ഉണ്ട്. എപ്പോഴും സാധനം വാങ്ങേണ്ടതെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരുമിച്ച് വാങ്ങിക്കൊടുന്ന വെച്ചാൽ എന്താ അറിയാം, കൂടുതൽ ഉപയോഗിക്കുകയും ചെയ്യും, വേസ്റ്റ് ആക്കുകയും ചെയ്യും. കൂടുതൽ വേസ്റ്റ് ആക്കുകയും ചെയ്യും. ധനം വർദ്ധിക്കുമ്പോ, അഹങ്കാരം വർദ്ധിക്കുമ്പോ ഈ വ്യക്തി അതറിയില്ല. ഈ കാരണവർ പക്വതയുള്ള കാരണവരായതുകൊണ്ട് അദ്ദേഹത്തിനത് മനസ്സിലായി. എന്റെ ചൂട്ട് വാക്കുകൾ പ്രസംഗിക്കുന്നു. നമസ്കാരം.